സംസാരത്തിൽ ഒരു ഡിലേ വരുന്നുണ്ടെങ്കിൽ, അതായത് ഒരു കുഞ്ഞിന്റെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ ഒരു ഡിലേ വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ പഠനത്തിനെ കൂടി ബാധിക്കുന്നുണ്ടോ? അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇപ്പൊ ഒരു കുഞ്ഞിന്റെ സംസാരം എന്ന് പറയുന്നത് അതിൽ രണ്ട് കാര്യങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. അതായത് ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, അതായത് ലാംഗ്വേജ് കോംപ്രഹെൻഷൻ. അടുത്തത് അത് പറയുന്നത്, സംസാരമായിട്ട് പുറത്തേക്ക് വരുന്ന ലാംഗ്വേജ് എക്സ്പ്രഷൻ. ഈ രണ്ട് കാര്യങ്ങളും ചേർന്നതാണ് ഒരു കുഞ്ഞിന്റെ സംസാര ഭാഷ വളർച്ച എന്ന് പറയുന്നത്. അപ്പൊ ഒരു ലാംഗ്വേജ് ഡിലേ, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ ഉള്ള ഒരു കുട്ടിയിലാണെങ്കിൽ അവർക്ക് പല ഏരിയാസിൽ, അതായത് അവരുടെ പ്രായത്തിൽ അക്വയർ ചെയ്യേണ്ട പല കാര്യങ്ങളും ആ കുഞ്ഞിനെ അക്വയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ ഒരു ഡിലേ വരുന്നത്. അങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ പഠനത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ പല കാര്യങ്ങളും ടീച്ചേഴ്സ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് ഗ്രഹിച്ചെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. ഈ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് റീഡിങ്, റൈറ്റിംഗ്, അരിത്തമെറ്റിക് സ്കിൽസ്, ഇതെല്ലാം. അപ്പൊ ഈ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ പിന്നെ കടന്നു പോകുന്ന കുട്ടിക്ക് ഇതെല്ലാം മറ്റു കുട്ടികൾ ഈസി ആയിട്ട് അക്വയർ ചെയ്യുന്നത് പോലെ ഒരു ലാംഗ്വേജ് ഡിലേ ഉള്ള കുട്ടിക്ക് അക്വയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാണാറുണ്ട്. അപ്പം ഈ സ്പീച്ച് ഡിലേയുള്ള എല്ലാ കുട്ടികൾക്കും പഠന വൈകല്യം അല്ലെങ്കിൽ പഠനത്തിൽ പിന്നോട്ട് ഉള്ള ഒരു ബുദ്ധിമുട്ട് വരാം എന്നല്ല പറയുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ലാംഗ്വേജ് ഡിലേ ഉള്ള കുട്ടിക്ക് കുറച്ചുകൂടെ റിസ്ക് ഫാക്ടർ കൂടുതലാണ്. അതുപോലെ തന്നെ അവർ ക്ലാസ്സിൽ അത്രയും ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. കാരണം അവരുടെ സംസാര ഭാഷ വളർച്ച കുറച്ച് പിറകിലോട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിൽ നിന്നും അവർ ഉൾവലിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതിപ്പോ മറ്റു കുട്ടികളുമായിട്ട് സംസാരിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, ആ കാര്യങ്ങളിലെല്ലാം ചെറിയ ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികളിൽ ഒരു പ്രത്യേക ശ്രദ്ധ എല്ലാ പാരന്റ്സും കൊടുക്കേണ്ടതുണ്ട്. വരുന്ന സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ നമുക്ക് നേരത്തെ തന്നെ കണ്ടെത്തുകയും അതിനുവേണ്ട ഇന്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. ഇനി വളരെ കുറച്ച് മാസത്തേക്ക് ഒരു ലാംഗ്വേജ് ഡിലേ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഹോം ട്രെയിനിങ്ങിലൂടെ തന്നെ, വീട്ടിൽ തന്നെ ചില മോഡിഫിക്കേഷൻസ് വരുത്തി ഒരു ഹോം ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് നല്ലപോലെ വ്യത്യാസം കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതൊരു സ്പീച്ച് തെറപ്പിസ്റ്റ് നിങ്ങൾക്ക് ഹോം ട്രെയിനിങ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരും. കുറെ മാസത്തെ അല്ലെങ്കിൽ കുറെ വർഷത്തേക്ക് ഒരു ലാംഗ്വേജ് ഡിലേ ഉള്ള കുട്ടികളാണെങ്കിൽ അത് സ്പീച്ച് തെറപ്പിയിലൂടെ തന്നെ നമുക്ക് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റും. പക്ഷെ ഇതൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളിൽ അത് മറ്റു പല പ്രശ്നങ്ങളിലോട്ടും നയിക്കുന്നു. ആ കാര്യം എല്ലാ പാരന്റ്സും ഒന്ന് ശ്രദ്ധിക്കുക. ഹാവ് എ ഹാപ്പി പാരന്റിങ്.